നമസ്കാരം. കുറെ നാളുകളായി ഉടൻ എത്തുമെന്ന് നമ്മൾ കാത്തിരുന്ന EV മോഡലുകളെ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഒടുവിൽ ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം അവതരിപ്പിച്ചിരുന്നു. BE6e, XEV9e എന്നീ ഇലക്ട്രിക് SUV-കളാണ് സമൂഹ മാധ്യമങ്ങളിലെ ട്രെൻഡ്. രണ്ട് SUV-കളും മഹീന്ദ്രയ്ക്ക് വളരെ പ്രതീക്ഷ നൽകുന്ന ഉൽപ്പന്നങ്ങളാണ്. ഇതിൽ BE6e എന്ന മോഡൽ നമ്മുടെ ടാറ്റ കർവ് EVയുമായി നേരിട്ടാണ് മത്സരിക്കുന്നത്. അളവിന്റെ കാര്യത്തിലായാലും പ്രാരംഭ വിലയിലായാലും BE6e എന്നത് കർവ് EV ഇഞ്ചോട് ഇഞ്ചാണ്. ഇരു മോഡലുകളും തമ്മിൽ നമുക്ക് നോക്കാം. കർവ് EVയും BE6EVയും ക്രെറ്റ സെഗ്മെന്റിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനാൽ ഹ്യുണ്ടായി ക്രെറ്റയുടെയും മറ്റ് കോമ്പറ്റീറ്റീവ് SUV-കളുടെയും അളവുകൾക്ക് സമാനമാണ് ഇവയ്ക്ക്. അളവുകളെ കുറിച്ച് കൃത്യമായി പറയുകയാണെങ്കിൽ കർവ് EVക്ക് 4310 mm നീളവും 1637 mm ഉയരവും 1710 mm വീതിയുമായിട്ടാണ് വരുന്നത്. കൂടാതെ 2560 mm വീൽ ബേസും 500 ലിറ്ററിന്റെ ബൂട്ട് സ്പേസും ലഭിക്കുന്നുണ്ട്. അതേസമയം താരതമ്യപ്പെടുത്തുമ്പോൾ BE6eക്ക് 4371 mm നീളവും 1627 mm ഉയരവും 1907 mm വീതിയുമാണ് ലഭിക്കുന്നത്. 2775 mm വീൽ ബേസും ഇതിനുണ്ട്. എന്നിരുന്നാലും താരതമ്യേന ചെറിയ 455 ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് ഇതിൽ വരുന്നത്. മൊത്തത്തിൽ BE6eക്ക് ടാറ്റ കർവ് EVയേക്കാൾ കൂടുതൽ വിശാലമായും നീളമുള്ളതുമായ വീൽ ബേസും ലഭിക്കുന്നുണ്ട്. നിലവിൽ BE6eയുടെ അടിസ്ഥാന വേരിയന്റിന്റെ വില മഹീന്ദ്ര അടുത്തിടെയാണ് പ്രഖ്യാപിച്ചത്. നിലവിൽ BE6eയുടെ ബേസ് മോഡലിന് 20.05 ലക്ഷം രൂപയാണ് വില വരുന്നത്. മറുവശത്ത് കർവ് EV 18.57 ലക്ഷം രൂപയ്ക്കും 23.28 ലക്ഷം രൂപയ്ക്കും ഇടയിൽ വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട്. രണ്ട് SUV-കളുടെയും പ്രാരംഭ വിലയിൽ ഏകദേശം 1.5 ലക്ഷം രൂപയുടെ വ്യത്യാസമാണ് കാണാനാകുന്നത്. രണ്ട് SUV-കളുടെയും പവർ ട്രെയിൻ കാര്യമായ വ്യത്യാസമുള്ളതിനാൽ കാര്യങ്ങൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കർവ് EV 45 kWhഉം 55 kWh എന്നീ രണ്ട് ബാറ്ററി പാക്ക് ഓപ്ഷനുകളിലാണ് ടാറ്റ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇവയിൽ 45 kWh ബാറ്ററി പാക്ക് 148 bhp പവറും 215 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടോറുകൾക്കൊപ്പം 502 km റേഞ്ച് അവകാശപ്പെടുന്നുണ്ട്. മറുവശത്ത് 55 kWh ബാറ്ററി പാക്കുകൾക്ക് 165 bhp പവറും 215 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടോറുകൾ 585 km ഡ്രൈവിംഗ് റേഞ്ചും അവകാശപ്പെടുന്നുണ്ട്. വലിയ ബാറ്ററി പാക്ക് ഉപയോഗിച്ച് ടാറ്റ കർവ് EVക്ക് ഏകദേശം 8.0 സെക്കൻഡിനുള്ളിൽ 0-ൽ നിന്ന് 100 km വേഗത കൈവരിക്കാൻ കഴിയുന്നുണ്ട്. കർവ് EVയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ BE6eക്ക് വലിയ ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ ലഭിക്കുന്നുണ്ട്. ഇതിൽ 59 kWh, 79 kWh യൂണിറ്റുകളാണ് വരുന്നത്. 59 kWh ബാറ്ററി പാക്കിന് 221 bhp പവറും 380 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഇലക്ട്രിക് മോട്ടോറുകൾ മഹീന്ദ്ര വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഈ ബാറ്ററി പാക്കിന്റെ റേഞ്ച് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ 400 കിലോമീറ്ററിലധികം റേഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 79 kWhന്റെ വലിയ ബാറ്ററി പാക്ക് മോഡല് 282 bhp പവറും 380 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ശക്തമായ മോട്ടോറുകളും ഇതിന് ലഭിക്കുന്നുണ്ട്. മികച്ച 680 km സെഗ്മെന്റിന്റെ വളരെ ആകർഷകമായ ഡ്രൈവിംഗ് റേഞ്ചും ഇതിന് ലഭിക്കുന്നുണ്ട്. ശക്തമായ ഇലക്ട്രിക് മോട്ടോറുകൾ ഉപയോഗിച്ച് BE6eക്ക് നിശ്ചലാവസ്ഥയിൽ നിന്നും വെറും 6.7 സെക്കൻഡിനുള്ളിൽ 100 km വേഗത കൈവരിക്കാൻ കഴിയുമെന്നതും ശ്രദ്ധേയമാണ്.